എല്ലാവർക്കും നമസ്കാരം. KFC ചിക്കൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ. എന്നാൽ അത് കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ പെട്ടെന്ന് തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അത് എന്തെല്ലാമെന്ന് നോക്കാം. ചിക്കൻ ഞാനിവിടെ 4 പീസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ആവശ്യത്തിന് എത്രയാണെങ്കിൽ എടുക്കാം. മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാലപ്പൊടി 1 സ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് 1 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി പേസ്റ്റ് 1/2 ടീസ്പൂൺ, മൈദ 1 സ്പൂൺ, മുട്ട ഒരെണ്ണം, കോൺഫ്ലോർ 2 സ്പൂൺ, ഓട്സ് ആവശ്യത്തിന്, ചെറുനാരങ്ങ ഒരെണ്ണം. ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചിക്കൻ്റെ 4 ലെഗ് പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ലെഗ് പീസ് മാത്രം പറ്റുള്ളൂ എന്നൊന്നുമില്ല. എനിക്ക് ലെഗ് പീസ് കിട്ടിയതുകൊണ്ട് ഞാൻ അത് വെച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് കിട്ടിയത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ലെഗ് പീസ് നമുക്ക് ഒന്ന് വരിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് മുളകൊക്കെ ഒന്ന് പിടിക്കാനായിട്ടാണ്. നമുക്കതൊന്ന് വരിഞ്ഞ് വയ്ക്കാം. എല്ലാം അങ്ങനെ വരിഞ്ഞു വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഓരോ മസാലകളായിട്ട് ആഡ് ചെയ്യും. ഇതിലധികം മസാലയൊന്നും ചേർക്കണ്ട. അധികം മസാല ഇല്ലാത്തതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ, ജിഞ്ചർ, ഗാർലിക്, ചില്ലി പേസ്റ്റ് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ മൈദ ആഡ് ചെയ്യാം. അതിനുശേഷം 2 സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാണ്. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ ചിക്കൻ പീസ് ആഡ് ചെയ്ത് അതുമൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് ചിക്കനുമൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ പുരട്ടി കൊടുക്കണം. ചിക്കനിലേക്ക് അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 1/2 മുതൽ 1/4 മണിക്കൂർ വരെ മാറ്റി വെക്കണം. ഫ്രിഡ്ജിലാണെങ്കിൽ 1/2 മണിക്കൂർ മതി. നമ്മൾ പുറത്താണ് വെക്കണമെങ്കിൽ ഒരു 3/4 മണിക്കൂർ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതെടുത്തു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണത് ഓട്സിൽ മുക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കോൺഫ്ലെക്സിലും മുക്കിയിട്ട് ചെയ്യാൻ പറ്റും. കോൺഫ്ലെക്സ് ഒന്ന് കൈ വെച്ചിട്ട് ചെറുതാക്കി ഒന്ന് പൊടിച്ചതിന് ശേഷം അതിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പോൾ കോൺഫ്ലെക്സ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ഓട്സ് വെച്ച് ചെയ്യണത്. രണ്ടും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ്റെ ലെഗ് എടുത്തിട്ട് ഈ ഓട്സിൽ നന്നായി ഒന്ന് മുക്കി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് ഒന്ന് എണ്ണ തൂവി കൊടുക്കാം. നമുക്കിതൊന്ന് മെല്ലെ മറിച്ചിടാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും.
നമുക്കതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതിന്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണിത്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.